ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000-ലധികം കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഹർഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരു റിപ്പോർട്ട്. ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരങ്ക യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീം കോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്ക പരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. 2026 കേരള പുനർനാമകരണ ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിൽ കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഇത് സംബന്ധിച്ച് 2024 കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. 15वीं केरल विधानसभा के 14 जून 2024 को अपने 11वें सत्र के दौरान संकल्प पारित किया था तथा केंद्र से अपील की थी कि वह संविधान परिच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് MP പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള BJP MP സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000-ലധികം കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ PM കിസാൻ, PM ഫസൽ ബീമ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു.
വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി K മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 ഗിഗാവാട്ടിലധികം അധിക സൌരോർജ്ജ ഉൽപാദനശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 ഗിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് GEM 10 വർഷം പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 മുതൽ ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും US തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ US സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9ാമത് യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBACയുടെ വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33 ലക്ഷത്തിലധികം കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടക വാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.